ഫിഷ് കറി അല്ലാതെ ഒരു പൈ ഇന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അധികം സ്പൈസസ് ഒന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെ ഒരു ഫിഷ് പൈ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. മീൻ കഴിക്കാത്തവരും ഇത് കഴിച്ചു പോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് പൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഫിഷ് പൈ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് ഒരു 6 പച്ചമുളക് നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നല്ല ദശക്കട്ടിയുള്ള മീൻ മുള്ളൊക്കെ മാറ്റി ചെറുതായിട്ട് പീസസ് ആക്കി ഒരു 500 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു 5-6 മഷ്റൂംസ്, ഒരു 4-5 ബേബി കോണ്, പിന്നെ നമുക്കിതിന് വൈറ്റ് സോസിന് വേണ്ടിയിട്ട് മൈദ വേണം 1 ടീസ്പൂണ്. പിന്നെ ഇവിടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവിടെ വീട്ടിലുണ്ടായ നല്ല ചീര, പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാനായിട്ട് പൈയുടെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഉപ്പ് പെപ്പർ അതൊക്കെ വേണം. അത് ഞാൻ ചേർക്കുന്ന അനുസരിച്ച് പറഞ്ഞുതരാം. അപ്പം ഇതൊക്കെ കൊണ്ട് നമുക്ക് നല്ല ഒരു ഫിഷ് പൈ, ഒരു കുറച്ചധികം സ്പൈസസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ഫിഷ് പൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സവോള, അതൊന്ന് പച്ചച്ചവയൊന്ന് മാറി കിട്ടിയാൽ മതി, ബ്രൗൺ ഒന്നും ആവണ്ട. അതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കുന്ന വെജിറ്റബിൾസ്, അതായത് മഷ്റൂംസ്, കോണ്, ചീര, അത് 3 നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫിഷും വെജിറ്റബിൾസ് രണ്ടും 2 ടൈപ്പ് ഓഫ് കുക്കിംഗ് ടൈമാണ്. അതുകൊണ്ടാണ് വെജിറ്റബിൾസിന് ഞാൻ വേറൊരു ഇതിൽ കുക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ അതിൻ്റെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. അതിനകത്തോട്ട് മഷ്റൂമും കോണും ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്താ ചേർക്കേണ്ടത്, ഇനി നമുക്ക് ചീരയും കൂടെ ഇതിനകത്ത് ചേർക്കണം. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് ചീരയും കൂടെ ആഡ് ചെയ്തിട്ട് മൂടി വെച്ച് ഇതിനെ ഒന്ന് വേവിച്ച്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ചീര ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കാം. അടപ്പൊന്ന് മാറ്റി നോക്കട്ടെ. ഉണ്ടോ, ചീരയൊക്കെ ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആ ഫിഷൊക്കെ ഉണ്ടാക്കിയ വൈറ്റ് സോസിലിട്ട് എടുക്കും. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്തൊന്ന് മാറ്റുകയാണ്. ഇത് നമുക്ക് ഫിഷ് കുക്ക് ചെയ്യാനായിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അപ്പോൾ വേറൊരു പാനിൽ എണ്ണ ചൂടാക്കി അത് ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആ സവോളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെയും ഒന്ന് പച്ചച്ചവ മാറുന്നവരെ വഴറ്റിയെടുക്കാം. ചൂടായ എണ്ണയിൽ നമ്മൾ സവോള പച്ചമുളകും ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ എന്താ പറ്റുന്ന എളുപ്പം നമുക്കത് മൂത്ത് കിട്ടും. ഇത് ഒന്നും ബ്രൗൺ ഒന്നും ആവണ്ട, ലൈറ്റ് ബ്രൗൺ ലൈറ്റ് ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറിയാൽ മതി. പിന്നെ നമ്മളിവിടെ പൊട്ടാറ്റോ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും പെപ്പറും ബട്ടറും കൂടി ഇട്ടൊന്ന് അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കണം. അതാണ് നമ്മൾ പൈയുടെ മുകളിൽ ലെയറായിട്ട് ഇടുന്നത്. അപ്പോൾ സവാളയുടെ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ആ ഫിഷ് പീസസിനെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം. ഫിഷ് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും, ഒരു 5 മിനിറ്റ്സോളം എടുക്കും. ഇത് ബോൺലെസ് ഫിഷ് ആയതുകൊണ്ട് എളുപ്പം വെന്തോളും, മറ്റേ ഫിഷ് പോലെയല്ല. അപ്പോൾ അതിനെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. എന്നിട്ട് അതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഒരു അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഫിഷ് ഒന്ന് കുക്കായി വരുന്നേ ഉള്ളൂ. അതിനകത്തോട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യണം. അതായത് ഒരു അര നാരങ്ങയുടെ നീരും പിന്നെ കുറച്ച് പെപ്പർ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പക്ഷേ പൈക്കൊരു പെപ്പറിൻ്റെ ടേസ്റ്റ് നല്ലതാണ്. എന്നിട്ട് ഇനിയും അതിനെ യോജിപ്പിച്ച് പതുക്കെ ഇളക്കാവുള്ളൂ. ഫിഷാണ്, പിന്നെ പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്കിത് പയ്യായിട്ടല്ലേ എടുക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിനെ മൂടി വെച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷൊക്കെ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കുക്കാവണ്ട, അതിങ്ങനെ റബ്ബറിഷ് ടെക്സ്ചർ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുക്കാവാനേ പാടുള്ളൂ. അതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കാം. അതിൻ്റെ വൈറ്റ് സോസ് ഞാൻ ഇതിനകത്ത് ഒന്നിച്ച് തന്നെ ഉണ്ടാക്കുന്നത്, സെപ്പറേറ്റ് വൈറ്റ് സോസ് അല്ല ഉണ്ടാക്കുന്നത്.
അപ്പോൾ ആ മൈദ ഒന്ന് മൂത്ത് വരണം. ഒരു 1 മിനിറ്റ് കൊണ്ട് മൈദ മൂത്ത് കിട്ടിക്കോളും. അപ്പം മൈദയൊക്കെ ഒരുമാതിരി മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പം ഒരു 4 ലിറ്ററോളം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് യോജിപ്പിക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മസ്റ്റേർഡ് പേസ്റ്റ്, അതായത് നമ്മുടെ കടുക് അരച്ച മസ്റ്റേർഡ് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഈ പൈക്ക് ഭയങ്കര ടേസ്റ്റ് തരുന്നതായി മസ്റ്റേർഡ് പേസ്റ്റ്. അത് യോജിപ്പിക്കാം. എന്നിട്ട് അതൊന്ന് കുറുകി വരും. ആ പരുവത്തിൽ വേണം നമുക്കിതിനെ അടുപ്പത്തൊന്ന് മാറ്റാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ യോജിപ്പിച്ചൊന്ന് തിളച്ച് നല്ല തിക്ക് സോസായിട്ട് വരും. കണ്ടോ, നമ്മുടെ ഫിഷ് ഫ്രൈയുടെ ആ സോസൊക്കെ റെഡിയായി. നല്ല തിക്കനായിട്ടുണ്ട് അതിൻ്റെ സോസൊക്കെ. ഇനിയിപ്പോൾ നമുക്കിത് പതുക്കെ ആ വെജിറ്റബിൾസില്ലേ, നമ്മൾ കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ഇതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മഷ്റൂമും കോണും പാലക്കും. ആ പാലക്കിൻ്റെ ഗ്രീൻ കളറൊന്നും ചീരയുടെ പോയിട്ടില്ല. അതാണ് നല്ലത്. നല്ല ഹെൽത്തി ആയിട്ട് എടുക്കണമെങ്കിൽ ഇത് മതി. ഇനി ഞാൻ പതുക്കെ അടുപ്പൊന്ന് ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാവരും ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെപ്പറും ഉപ്പും ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാനിതൊന്ന് പതുക്കെ ഓഫ് ചെയ്യാം. നമ്മൾ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ പൈ ഡിഷിലോട്ട് നമ്മുടെ ആ ഫിഷും വെജിറ്റബിൾസും വൈറ്റ് സോസും എല്ലാം കൂടെ മിക്സ് ചെയ്തത് ഉണ്ടാക്കിയ ആ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ച് അതിനെ ഫില്ല് ചെയ്യാം. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ നമ്മൾ ആ പൊട്ടറ്റോ ബട്ടറും സോൾട്ടും പെപ്പറും ഇട്ട് മാഷ് ചെയ്ത പൊട്ടറ്റോയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു 200 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ്, അതായത് ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ അത്രയും മതി. അതിനെ നമുക്കൊന്ന് ബേക്ക് ചെയ്ത് എടുത്താൽ നല്ല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അങ്ങനെ ഫുൾ ഇട്ടിട്ട് പൊട്ടറ്റോയും കൂടി ഇട്ട് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. വേറെ ഒന്നുമില്ല. എൻ്റെ മുകളിൽ മാഷ് പൊട്ടറ്റോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ഡിഷിൽ എല്ലാം സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് 200 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സ് ആകും. അത് നമ്മൾ നോക്കിയാൽ മതി. 200 ഡിഗ്രിയിൽ വെച്ചാൽ മതി. എന്നിട്ട് ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് മൊരിഞ്ഞ് നല്ല ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ പൊട്ടറ്റോ ഒക്കെ നല്ല മൊരിഞ്ഞ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവ് ചെയ്യാം. ഒരു കഷ്ണം ബ്രെഡും സാലഡും ഉണ്ടെങ്കിൽ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ടാവും.